കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് 133 അത് ഓരോ ജില്ലയിലും ഓരോ തരത്തിലാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത്. വിവിധ വർഷങ്ങളെ അപേക്ഷിച്ച് കോഴിക്കോട് ജില്ലയിലാണ് കഴിഞ്ഞ വർഷം 115 നിന്ന് 130 ഉയർന്നു. മലപ്പുറം ജില്ലയിൽ 136 വന്നു. അതിന്റെ അർത്ഥം എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുന്നു എന്നതാണ്. നിങ്ങൾ ഇതിനകം കുറെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു, ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെട്ടു. ഇന്നലെ ഞാൻ ഗ്രൂപ്പിലൂടെ ക്വസ്റ്റ്യൻസ് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊന്നും അല്ലാതെ വേറെ എന്താ നമ്മളോട് ചോദിക്കാനുള്ളത്? അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ചോദിക്കൂ. ചിലപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കണക്കിന്റെ പേപ്പറിൽ അതേ ഫിഗർ തന്നെ ചോദിച്ചില്ല എന്ന് വരാം. പക്ഷേ കണക്കില് നിങ്ങൾ പരമാവധി ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. ജൂലൈ മാസം തുടങ്ങിയ ക്ലാസ്സുകളാണ് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം NMMC ലഭിക്കുക എന്നതല്ല. NMMC ലഭിക്കുന്നതിന്റെ പുറമെ നിങ്ങൾക്ക് 10th ക്ലാസ്സിലെത്തിയാൽ ഫുൾ A+ ആയിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അത്രയും ക്ലാസ്സുകളും കണക്ക് പോലെയുള്ള വിഷയങ്ങളും എളുപ്പമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞാലും നമ്മുടെ കൂടെ മുമ്പുണ്ടായിരുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ തുടർന്ന് വരുന്നുണ്ട്. അവർക്ക് 10th സ്റ്റാൻഡേർഡ് വരെയുള്ള കണക്കിന് മാത്രമുള്ള അടുത്ത പ്രാവശ്യം നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് പരിചയപ്പെടുന്നത്. അതിലെ കണക്കിലെ ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെടുന്ന രീതിയിൽ കണക്കുകൾ എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ളൊരു കോഴ്സ് ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അതുവഴി വിളിക്കാം. നിങ്ങൾ ധാരാളം ചോദ്യങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളിൽ പരമാവധി ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 2 ഘട്ടമായിട്ടാണ് ഇന്ന് ക്ലാസ് നടക്കുന്നത്. ഒന്ന്, 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കും. ഒരു 10 മിനിറ്റ് നിങ്ങൾക്കൊരു ഗ്യാപ്പ് തരും, 10-15 മിനിറ്റ്. ആ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറു ലഘുഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും വന്നിരിക്കാം. അതിന്റെ ഇടയിൽ നിങ്ങൾ അയച്ചു തന്ന ഏതെങ്കിലും ചോദ്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ ഞാൻ അത് എടുക്കും. കൂടാതെ ഇത്രയും ചോദ്യങ്ങൾ ചർച്ച ചെയ്തിട്ട് വീണ്ടും ഏതെങ്കിലും വിട്ടുപോവുകയാണെങ്കിൽ ഒരു 9:30-ക്കുള്ളിൽ നിങ്ങൾക്ക് എന്നെ വീണ്ടും നേരിട്ട് വിളിക്കാം. എല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി. 45ഓളം എപ്പിസോഡായിട്ട് ഈ വർഷത്തെ ക്ലാസ്സുകളും കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ ക്ലാസ്സുകളും കൊടുത്തതില് അതിൽ വരെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യം നിങ്ങൾ അയച്ചെന്ന ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യങ്ങള് ഓരോ കുട്ടി അയച്ചു തരുമ്പോഴും അതില് മറ്റുള്ള കുട്ടികള് അയച്ചു തന്ന കുട്ടികള് ഗ്രൂപ്പിലൂടെ വരാത്തത് കൊണ്ടും ക്ലാസ് കേൾക്കാത്തത് കൊണ്ടും ആണ് കിട്ടാതെയായി പോയത്. നമുക്ക് ആദ്യം ഒരു ഫിഗർ വെച്ച് തുടങ്ങാം. അപ്പം ആ ഫിഗർ ഞാൻ ഇവിടെ വരയ്ക്കുന്നു. നിങ്ങൾ അതിന്റെ ആൻസർ ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. ഈ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. എല്ലാം തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുറെ കുട്ടികൾ ഇപ്പൊ ഒന്നിച്ച് ബഹളം വെക്കുന്നതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തത്. ആവശ്യത്തിനനുസരിച്ച് ഞാൻ തുറന്നു തരാം. ഇന്ന് എത്ര കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്? സംസാരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വന്ന് പറയാം. എത്ര കുട്ടികൾ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉണ്ട്? 289 ഒരു നല്ല നമ്പറാണ്. അപ്പം 288 ആയിരുന്നെങ്കിൽ നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാമായിരുന്നു. എന്താണ് 288 ബന്ധപ്പെട്ട് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം? 289 കുട്ടികളാണ് ഇന്ന് പങ്കെടുത്തത്. പക്ഷെ ഒന്ന് ഞാൻ കുറച്ചപ്പോൾ അത് 288 ആക്കി. 288 നിങ്ങൾക്കൊരു ചോദ്യം സാധ്യതയുണ്ട്. ആ ചോദ്യം ഇതാണ്: വിച്ച് ഈസ് ദ ലീസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് നമ്പർ, which is the least multiple of 9 with all even digits or no odd digits. ഒറ്റ അക്കങ്ങൾ പോലും ഇല്ലാതെ
എഴുതാൻ കഴിയുന്ന 9ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ എന്ന ബഹുമതി കിട്ടിയ ആളാണ് 288. ഇപ്പൊ നിങ്ങൾ 289 പേരാ ഉള്ളത്. കാരണം അത് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില ചോദ്യങ്ങൾ, പക്ഷെ വലിയ കാര്യങ്ങളിലെ ചെറിയ ചോദ്യങ്ങൾ നാളത്തെ സാറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാറ്റ് പേപ്പറിൽ എങ്ങനെയൊക്കെയാണ് ചോദ്യം വരികയെന്ന് നോക്കാം. നിങ്ങൾ ആ ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ചോദ്യം ഒരിക്കൽ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ 10ൽ താഴെയുള്ള ചോദ്യങ്ങൾ എടുത്ത് ചെയ്തു നോക്കണം. ഇവിടെ 288ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ 288 എന്ന സംഖ്യ അതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ അത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം 8 2 10 8 18. ഈ 18 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ആ 18 9ന്റെ മൾട്ടിപ്പിൾ ആയത് മാത്രമല്ല, 9ന്റെ മൾട്ടിപ്പിളിൽ 9ന്റെ ഗുണിതത്തിൽ നിങ്ങൾ 9ന്റെ ഗുണിതങ്ങൾ പരിശോധിച്ച് നോക്കൂ. 1 9 9, 2 9 18, 3 9 27, 4 9 36. ഇവിടെ നിങ്ങൾക്ക് ഒരാളെയെങ്കിലും ഓഡ് നമ്പർ കാണാതിരിക്കില്ല. അപ്പം ഒരു ഓഡ് ഡിജിറ്റ്സ് 9ന്റെ മൾട്ടിപ്പിളിൽ കുടുങ്ങുന്നുണ്ട്. 2 9 18, 3 9 27, ഇതെല്ലാം ഓഡ് ഡിജിറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഓഡ് നമ്പർ ഇല്ലാതെ 32 × 9 ചെയ്യുമ്പോഴത്തേക്ക് അവിടെ 288 എന്ന സംഖ്യ വന്നു. ആ 288 ആട്ടെ എല്ലാം ഈവൻ ഡിജിറ്റ്സ് ആണ്. ഞാൻ 289 എന്നുള്ള നമ്പർ പറഞ്ഞതുകൊണ്ട് നോർപ്പിച്ചെന്ന് മാത്രം. 288 ചുറ്റിപ്പറ്റിയുള്ളൊരു ചോദ്യം അതാണ്. ഇനി നിങ്ങൾക്കൊരു ചിത്രം വരയ്ക്കാം. ആ ചിത്രം വരച്ചിട്ട് മുഹമ്മദ് റഷാൻ പറ്റിയെങ്കിൽ ആ ചിത്രം ഇവിടെ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മോനെ, കേട്ടോ? ഓക്കെ. എല്ലാവരും ഒരു സ്ക്വയർ വരയ്ക്കുക. വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഒരാൾ ടൈപ്പ് ചെയ്താൽ മതി. യെസ്, മുഹമ്മദ് റഷാൻ. ഇനി നമുക്ക് ആ സ്ക്വയറിന് നമുക്കൊരു ഡയഗണൽ കൊടുക്കാം. ഓക്കെയാണ്. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആക്കാൻ ശ്രമിക്കുകയാണ്. ഈ ചിത്രത്തിൽ ആദ്യം നിങ്ങൾക്കൊരു സമചതുരം കിട്ടി. ആ സമചതുരത്തില് പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇത് വെച്ചിട്ട് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ നിർമ്മിക്കാൻ പോവുകയാണ്. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണം. ഈ ചോദ്യം, ഈ ചിത്രം മക്കൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓ, നിങ്ങൾ ഓഫിലാണല്ലോ, ഓഫാക്കിയിരിക്കുകയല്ലോ. ഇപ്പോൾ ഒന്ന് ഓൺ ചെയ്യട്ടെ. മക്കളെ, ഈ ചോദ്യം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ശരി ശരി. 314 പേരും കൂടി ഒന്നിച്ച് ബഹളം വെച്ചാൽ എന്തിരിക്കും? ശരി, സാരമില്ല. ഇവിടെ ഈ ചോദ്യം ഇതാണ്: തന്നിരിക്കുന്ന ചിത്രത്തിലെ സ്ക്വയറും സമചതുരവും തന്നിരിക്കുന്ന ചിത്രത്തിലെ ഈ പറഞ്ഞിരിക്കുന്ന സമഭുജ ത്രികോണവും ഇക്വലേറ്ററൽ ട്രയാങ്കിളും അതിന്റെ പരപ്പളവുകൾ ഏരിയ തമ്മിലുള്ള അംശബന്ധം റേഷ്യോ എത്രയാണ്? റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾ. ഇവിടെ ഇതിന്റെ റേഷ്യോ എത്രയാണ് എന്നാണ് ചോദ്യം. അത് √2:√3 എന്നുണ്ട്, √3:2 ഉണ്ട്, 2:√3 ഉണ്ട്, 2:3 ഉണ്ട്. ഏതാണ് ശരി? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ശരി, സി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പല കുട്ടികളും ടൈപ്പ് ചെയ്തത് ശരിയാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, 2√3 എന്നാണ് നിങ്ങൾ ടൈപ്പ് ചെയ്തത്. ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഇതിന്റെ വിശദീകരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. ശരി, അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യം.
ഒന്ന് രണ്ട് രീതിയിൽ ചെയ്യാം. മുഹമ്മദ് റഷാനെ തുടങ്ങാം. യെസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഒന്നുകിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷരം കൊടുക്കാം. ഇനി നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 2 എന്ന് കൊടുത്തു. ഏത് നമ്മുടെ സ്ക്വയറിന് നമ്മൾ 2 എന്ന് കൊടുത്തു. അപ്പൊ സ്ക്വയറിന്റെ ഒരു വശം 2 ആണെങ്കിലും എല്ലാ വശവും 2 തന്നെ ആയിരിക്കുമല്ലോ. അപ്പം എന്റെ ചോദ്യം ഇതാണ്, ഈ 2 എന്നിവിടെ വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ സൈഡ് 2 ആയിരിക്കുമല്ലോ. എങ്കിൽ ഈ ഒരു ഭാഗം എത്രയാണ്? മുഹമ്മദ് റഷ്ദാൻ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ കർണവശം എത്രയാണ് എന്ന് മൈക്കൊന്ന് ഓൺ ചെയ്തോട്ടെ. മറ്റുള്ള കുട്ടികൾ പ്രതികരിക്കുന്നുണ്ടോ എന്ന് അറിയട്ടെ, കാരണം അവർക്ക് നാളെ ഇതുപോലത്തെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പറയും. അപ്പോ അവിടെ വെക്കട്ടെ. മുഹമ്മദ് റഷാൻ, ഇവിടെ 2ഉം ഇവിടെ 2ഉം സൈഡ് 2 ആണെങ്കിൽ എന്റെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയണം. ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ 2 × 2 ആയിരിക്കില്ലേ? അത് 4ആണ്. ഞാൻ ചോദിച്ചത് സ്ക്വയറിന്റെ ഏരിയ അല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഒരു കർണവശം അല്ലെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ് എന്നാണ് മുഹമ്മദ് റഷാൻ എന്റെ ചോദ്യം. അതിന്റെ മറുപടി √8 ആണ്. ഇതെങ്ങനെയാണ് √8 കിട്ടുന്നത്? സാറേ 2ന്റെ സ്ക്വയറും കൂട്ടിയാൽ 8 കിട്ടും. അപ്പൊ √8 ആണ് ഇവിടെ വരിക. സ്ക്വയർ 4 4 8 √8 ആണ് ഈ ഒരു സൈഡ്. അത് മനസ്സിലായി. ഇനി ഇവിടെ കിട്ടിയിരിക്കുന്ന 2 × 2 എന്ന ഈ 4, ആ 4 എന്നത് ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ ആണെന്നും കിട്ടി. ഇനി അടുത്തത് നമ്മൾക്ക് ഈ സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കണ്ടെത്തണം. അതിനുള്ള വഴി എന്താണ് മുഹമ്മദ് റഷാൻ? സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കണ്ടെത്താനുള്ള വഴി എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ബൈ a/4. കുട്ടികൾക്ക്, മറ്റുള്ള കുട്ടികൾക്ക് പ്രതികരിക്കാം. ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടെത്തും? √3/√4 സ്ക്വയർ. √3/4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ചോദ്യം ഇതാണ്, √3/4 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എക്ക് നമ്മൾ 8 എന്ന് കൊടുക്കണ്ടേ? അപ്പൊ √8/4 എന്ന് എഴുതിക്കൂടെ? √3 × 8/4 എന്ന് എഴുതിക്കൂടെ എന്നാണ് എന്റെ ചോദ്യം. റുട്ട് 3 × 8/4 എന്ന് എഴുതാം. ഇനി ഇവിടെ 4 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, 2 ഇതിനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2√3 എന്ന് വരും. 2√3 എന്ന് ടൈപ്പ് ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ടോ? ശരി. ഇനി ഈ കാര്യം, ഇതേ ചോദ്യം വേറെ തരത്തിലും കൂടി ഞാൻ വിശദീകരിച്ചു തരാം. അതിന്റെ ഇടയിൽ ഒരു ചെറിയ ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. ആ ചെറിയ ചോദ്യത്തിലുള്ള മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്. 1/49 plus 1/39 is equal to a/b ആണെങ്കിൽ what is the value of a? എയുടെ വില എത്രയാണ്? ടൈപ്പ് ചെയ്യാം. എത്രയാ കുട്ടികൾ ടൈപ്പ് ചെയ്തത്? മുഹമ്മദ് റസ്ദാൻ 88. അതിലൊരു പ്രശ്നവും ഇല്ല. ഇവിടെയുള്ള ഈ 49ഉം ഇവിടെയുള്ള 39ഉം എക്ക് പകരം കൂട്ടണം.
49 പ്ലസ് 39. ഇനി ബി എത്രയാന്ന് ചോദിച്ചാൽ 49 ഇൻറ്റു 39 ആയിരിക്കും. കുട്ടികള് ആവശ്യത്തിന് മാത്രം മെസ്സേജ് ചെയ്യുക. ഞാൻ മെസ്സേജ് റിയാക്ഷൻ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യത്തിന് മാത്രം ടൈപ്പ് ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് ഒഴിവാക്കേണ്ടി വന്നത്. മുഹമ്മദ് റഷാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് സർ. യെസ് ഓർ നോ? യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. മുമ്പ് നമ്മൾ പഠിച്ച ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് കുറച്ച് ഓർമ്മയിൽ വെച്ച് തരുന്നത്. ആ ചോദ്യം ശ്രദ്ധിക്കുക. ആ ചോദ്യത്തിന്റെ മറുപടി തന്നതിന് ശേഷം ബാക്കി നിങ്ങളുടെ ഭാഗത്തുള്ള ചോദ്യത്തിലേക്ക് പിന്നീട് കടക്കുന്നതാണ്. അവിടെ നിങ്ങൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഒരു ഫിഗർ ആണ്. അവിടെയും നമ്മളൊരു സ്ക്വയർ ആണ് വരയ്ക്കുന്നത്. സ്ക്വയർ വരച്ചു. ആ സ്ക്വയറിന് നിങ്ങൾക്ക് പേര് കൊടുക്കാം. പേര് PQRS എന്ന് പേര് കൊടുക്കാം. PQRS. ഈ പേര് കൊടുത്തതിന് ശേഷം PQയിൽ നിങ്ങൾക്ക് ഒരു മിഡ് പോയിന്റ് അടയാളപ്പെടുത്താം. ആ മിഡ് പോയിന്റ് K ആണ്. QR ഒരു മിഡ് പോയിന്റ് അടയാളപ്പെടുത്താം. അവിടെ മിഡ് പോയിന്റ് L ആണ്. ഇവിടെ എസിൽ നിന്ന് എല്ലിലേക്ക് നമ്മളൊരു ലൈൻ കൊടുക്കുന്നു. കെയിൽ നിന്ന് എല്ലിലേക്ക് ഒരു ലൈൻ കൊടുക്കുന്നു. എസിൽ നിന്ന് കെയിലേക്ക് ഒരു ലൈൻ കൊടുക്കുന്നു. അത് നമുക്ക് അങ്ങോട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാം. ഞാൻ മെസ്സേജും അതുപോലെ നിങ്ങൾക്ക് പറയുന്നതൊക്കെ ഓണാക്കി തരാം. പക്ഷേ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ മെസ്സേജ് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം. പല കുട്ടികളും ക്ലാസ്സിലായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ മെസ്സേജ് ചെയ്യുന്നു. നാളെ പരീക്ഷയ്ക്ക് പോകേണ്ട കുട്ടികളാണ്. നിങ്ങൾക്ക് 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് തുക കിട്ടുന്ന ഒരു എക്സാമാണ് നാളെ നടക്കുന്നത്. ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ മിടുക്കരായ കുട്ടികളെ, ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടുന്ന കുട്ടികളെ ആണ് സെലക്ട് ചെയ്യുക. കോഴിക്കോട് ജില്ലയിൽ 345 പേരെ എടുക്കുമ്പോൾ മറ്റു ജില്ലയിൽ നിന്നും അവരുടെ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് 400-ൽ കുറവും 400-ൽ കൂടുതലുള്ളത് ശരിക്കും മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ വയനാട്ടിലാണ് ഏറ്റവും കുറഞ്ഞ 200-നും 300-നും ഇടയിലുള്ള കുട്ടികളാണ് ടോപ്പ് മാർക്കുള്ള കുട്ടികളെ എടുക്കുന്നത്. അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പാണ്. നിങ്ങൾ മെസ്സേജ് ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ് ചെയ്യുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഓൺ ചെയ്തു, നിങ്ങളുടെ റിയാക്ഷൻ ഞാൻ ഓൺ ചെയ്യുന്നു, നിങ്ങളുടെ മൈക്കും ഞാൻ ഓൺ ചെയ്യാണ്. ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക. ഓക്കെ സാറേ, റൈറ്റിംഗ് ബോർഡ് വെച്ചോ ക്ലാസ്സിൽ? ഓ, റൈറ്റിംഗ് ബോർഡ് കൊണ്ടുപോകാൻ പറ്റുമോ പരീക്ഷയ്ക്ക്? കൊണ്ടുപോകാൻ പറ്റുമോ? പോകാൻ ചിലപ്പോൾ അനുവദിക്കാറുണ്ട്, ചിലപ്പോൾ അനുവദിക്കാറില്ല. നിങ്ങൾക്ക് എന്ത് കൊണ്ടുപോകാം. റൈറ്റിംഗ് ബോർഡ് മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഓ, സാറേ ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. നിങ്ങളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യൂ, ഞാൻ മനസ്സിലാക്കി തരാം. ഫോൺ വാച്ച് പറ്റുമോ? എങ്ങനെ? ഫോൺ വാച്ച് പറ്റുമോ? വാച്ച് ചില സമയത്ത് അനുവദിക്കാറില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, പരീക്ഷകളിൽ എത്തുന്നവരെ, പരീക്ഷാ കേന്ദ്രം വരെ നിങ്ങൾക്ക് എന്ത് കൊണ്ടുപോകാം. അവിടുന്ന് അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് അത് പുറത്ത് വെക്കേണ്ടിയിരുന്നു മാത്രം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുക. മൈക്ക് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. എന്നാ പിന്നെ ഈ 300 ചില്ലാണം കുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റും. പോകുന്നു. ഈ ചോദ്യത്തിലേക്ക് നിങ്ങൾ പോകണം. കമന്റ് ചെയ്യാം. ശ്രദ്ധിക്കുക. ഈ ചോദ്യം ഇതാണ്. ഈ ഒരു സ്ക്വയറില് ആദ്യം ഈ സ്ക്വയറിന്റെ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് തരുന്നത്. ഇനി ഈ സ്ക്വയറിൽ നിന്ന് ഞാൻ മിഡ് പോയിന്റ് കെയും മിഡ് പോയിന്റ് എല്ലും അടയാളപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എത്രയായിരിക്കും എന്നാണ്. ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടതില്ല, നിങ്ങൾ ഈ മുമ്പ് ഈ ചോദ്യം കണ്ടതാണ്. ഇതിന്റെ ഏരിയ എത്രയായിരിക്കും കണ്ടുപിടിക്കാം.
അപ്പോൾ ആദ്യം ഇത് ഒരു വഴി ഇതാണ്. ഒന്ന്, ഇത് മൊത്തം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇത് സ്ക്വയറിൻ്റെ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു മിഡ് പോയിന്റ് തന്ന സ്ഥിതിക്ക് ഇത് അങ്ങോട്ട് പകുതിയാക്കാം. അപ്പൊ ഇത് പകുതിയാക്കുന്ന സമയത്ത് മേലെയും അര താഴെയും അര, ഹാഫാണ്. മേലെ പകുതി താഴെ പകുതി, 1/2 ആണ്. ഇനി കെയിൽ നിന്ന് നേരെ ഒരു വര താഴോട്ട് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ 4 തുല്യ ഭാഗമായി കിട്ടും. അപ്പൊ ഈ 4 തുല്യ ഭാഗമായി കിട്ടുമ്പം ഓരോന്നും 1/4 വീതമാണ് ഉണ്ടാകുക. 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 എന്ന രീതിയിലാണ് കിട്ടുന്നത്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ വരച്ചിരിക്കുന്ന ഈ നടുക്കൂടെ താഴോട്ട് കെയിൽ നിന്ന് താത്തിരിക്കുന്ന ഈ വരയില് ഇത് നമ്മൾ പകുതിയാക്കുമ്പോൾ ഈ പകുതിയായിട്ട് കാണുന്നത് 1/4 1/4 ആണ്. അപ്പം ശരിക്ക് അത് അരയാണ്. 1/2 ആണെങ്കിൽ ഇവിടുന്ന് ഈ വരച്ചിരിക്കുന്നത് ഇതിന്റെ ഡയഗണലാണ്, വികരണം. ആ ഡയഗണലിൽ വരുമ്പോൾ ഇവിടെ ഈ കിട്ടുന്ന ഇത് എത്ര ഉണ്ടാവും മുഹമ്മദ് റഷാൻ? ഈ ഭാഗം ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് അര കിട്ടുന്നത്, 1/2 കിട്ടുന്നത്. അപ്പൊ ഇത് എത്ര ഉണ്ടാവും? 1/4 ഉണ്ടാവും. അപ്പൊ ഇത് 1/4 കിട്ടി. ഇനി അടുത്ത എന്റെ ചോദ്യത്തിന് മറുപടി, ഈ ഒരു ചെറിയ പീസ് നേരത്തെ നമ്മൾ പറഞ്ഞു എത്രയാണ്? 1/8. അപ്പം ഇത് ഈ ഒരു ചെറിയ പീസ് ഒന്നിച്ച് 1/4 ആകുമ്പോൾ ഇത് ഇതിന്റെ പകുതിയാണ്. അപ്പൊ ഇത് 1/8 ആയിരിക്കും ഉണ്ടാവുക. ശരിയല്ലേ? ഇനി ഇത് രണ്ടും കൂടി ചേർന്നാൽ 1/4 1/4 ആയിരുന്നു. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അരയാണ്. അങ്ങനെ ആകുമ്പോൾ ഇത് 1/4 ആയി. അപ്പൊ ഇവിടെ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഈ ഒഴിഞ്ഞ ഭാഗത്തുള്ള ഇതും കൂടി കൂട്ടിയിട്ട് 1-ൽ നിന്ന് അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ മതി. അപ്പൊ 1-ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത് മുഹമ്മദ് റഷാൻ? 3/8. അപ്പൊ 1-ന് പകരം നിങ്ങൾ 8/8 എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് 5/8 ആണ് ഇത് കൂട്ടിയാൽ കിട്ടുക. 5/8 കുറച്ച് കഴിഞ്ഞാൽ 3/8 കിട്ടും. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്താണ്. ആ ഒരു ചോദ്യമാണ് ഒരു കുട്ടി അയച്ചു തന്നത്. അടുത്ത ചോദ്യം നോക്കാം, ശ്രദ്ധിച്ചോളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ശ്രദ്ധിക്കുക. സം ഓഫ് 10 consecutive odd number is 500. What is the sum of next 10 consecutive odd number? ചോദ്യം ഒന്ന് വായിച്ചേ മുഹമ്മദ് റഷീദ്. Okay, sir. Sum of 10 consecutive odd numbers is 500. What is the sum of next 10 consecutive odd number? മലയാളം ഇതാണ്. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക 500 ആയാൽ തുടർന്ന് വരുന്ന 10 എണ്ണൽ സംഖ്യയുടെ തുക എത്രയാണ് എന്നാണ് ചോദ്യം. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക 500. എണ്ണൽ സംഖ്യയുടെ തുക 10 ഓഡ് നമ്പർ, ഓൾഡ് എന്ന് അവിടെ എഴുതിപ്പോയത് ഓഡ് നമ്പേഴ്സ്, സോറി. ആദ്യത്തെ 10 ഒറ്റ സംഖ്യയുടെ ആണ്, എണ്ണൽ സംഖ്യയല്ല. ആദ്യത്തെ 10 ഒറ്റ സംഖ്യയുടെ തുക 500 ആയാൽ തുടർന്ന് വരുന്ന 10 ഒറ്റ സംഖ്യയുടെ തുക എത്ര എന്നാണ്. തുടർന്ന് വരുന്ന 10 ഒറ്റ സംഖ്യയുടെ തുക എത്ര? അപ്പൊ നിങ്ങൾ ഒറ്റ സംഖ്യകൾ ഒരു 2-3 എടുത്ത് വെറുതെ കൂട്ടി നോക്കിയാൽ മതി പരീക്ഷ ഹാളിൽ നിന്ന്. 1 + 3 + 5 ഇത് കൂട്ടിയാൽ 5 3 8 9 ആണ്. ഇനി തുടർന്ന് വരുന്ന 7 + 9 + 11 അത് കൂട്ടിയാൽ എത്രയാണ്? ഏഴ് + 9 + 11 കൂട്ടിയാൽ എത്രയാണ്? 27. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, 9 നിന്ന് 27ലേക്ക് എത്താനുള്ള മാർഗം എന്താണ്? ഇവിടെ 3 സംഖ്യകളാണ് ഉള്ളതെങ്കിൽ 3ന്റെ സ്ക്വയർ എത്രയാണ്? 9.
9. 9ന്റെ ഇരട്ടി എത്രയാണ്? 18. 18. അപ്പൊ 9 18 കൂട്ടിയാൽ 27. ഇനി ഇതും മതിയായിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും 1 മുതൽ തുടങ്ങണമെന്നില്ല, വേറെ 5 മുതൽ തുടങ്ങി. 5, 7, 9, 11. ആദ്യത്തെ 4 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ് ഇത് കൂട്ടിയാൽ? സർ 32. 32. നിങ്ങളോട് ചോദിക്കുന്നു തുടർന്ന് വരുന്ന എന്ന് പറഞ്ഞാൽ 11 കഴിഞ്ഞാൽ 13. 13 പ്ലസ് 15 പ്ലസ് 17 പ്ലസ് 19. തുടർന്ന് വരുന്ന 4 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ്? 64. എന്താ ചെയ്യേണ്ടത്? 4 എണ്ണമാണ് ഉള്ളതെങ്കിൽ 4ന്റെ സ്ക്വയർ എടുക്കുക. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. 16. 16ന്റെ ഇരട്ടി എടുക്കുക. എത്രയാണ്? 32. 32. ആ 32 കൂടി ഇതിന്റെ കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ ഇത് കൂട്ടിയാൽ നമുക്ക് 64 കിട്ടണം. അങ്ങനെ ആവുമ്പോൾ ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക 500 ആണെങ്കിൽ തുടർന്ന് വരുന്ന 10 ഒറ്റസംഖ്യകളുടെ തുക കാണാൻ 500ന്റെ കൂടെ ഞാൻ എത്ര കൂട്ടണം? സാർ 200. 200 എങ്ങനെ കിട്ടുന്നു? 10 നമ്പേഴ്സ് ആണുള്ളത്. 10ന്റെ സ്ക്വയർ 100, 100ന്റെ ഡബിൾ 200. അതിന്റെ ഇരട്ടി എടുത്തു 200. അങ്ങനെയാണ് നമുക്ക് 700ലേക്ക് നമ്മൾ പോകുന്നത്. അത് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇനി ജനറൽ ചോദ്യങ്ങൾ വരുന്ന മറ്റു ചില ചോദ്യങ്ങളുണ്ട്. ഇത് ശ്രദ്ധിക്കുക. പ്രൈം നമ്പറായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രൈം നമ്പർ പഠിക്കണം എന്ന് പറഞ്ഞത്. 3 പ്രൈം നമ്പറിന്റെ തുക അത് കോൺസിക്യൂട്ടീവ് ആണെന്നല്ല പറയുന്നത്, എവിടുന്നും ആകാം. സം ഓഫ് 3 പ്രൈം നമ്പേഴ്സ് ഈസ് എയും ബിയും സി ആണെന്ന് വിചാരിക്കുക. 3 അഭാജ്യസംഖ്യകളുടെ തുക 32 ആകുന്നു എങ്കിൽ അവയിൽ വലുത് ഏതാണ്? വിച്ച് ഇസ് ദ ലാർജസ്റ്റ് വൺ. 3 അഭാജ്യസംഖ്യകളുടെ തുക 32 ആയാൽ അതിൽ വലിയ അഭാജ്യസംഖ്യ ഏതാണ്? കുട്ടികൾ എത്രയാണ് ടൈപ്പ് ചെയ്തത്? 23. 23 ശരിയാണ്. 23 ശരിയാണ്. അതേ സമയത്ത് 19ന്റെ കൂടെ 11 കൂട്ടി 2 കൂട്ടിയാലും നമുക്ക് 32 കിട്ടും. എല്ലാം പ്രൈം നമ്പറാണ്. പിന്നെയോ 17ന്റെ കൂടെ 13 കൂട്ടി നമുക്ക് 2 കൂട്ടിയാലും 32 കിട്ടും. അതും പ്രൈം നമ്പേഴ്സ് തന്നെയാണ് കൂട്ടിയാൽ എല്ലാ സംഖ്യകളും. അതേസമയത്ത് 19നേക്കാളും 17നേക്കാളും വലുതാണ് 23. 23ന്റെ കൂടെ 7 കൂട്ടി പിന്നെ 2 കൂട്ടിയാലും 32 കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു പക്ഷേ ഓപ്ഷനിൽ 19 കാണാം, 17 കാണാം, 23 കാണാം. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് 23നെയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. പിന്നെ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ചോദിച്ച വേറൊരു ചോദ്യമാണ്, അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യസംഖ്യകളാവുന്ന എത്ര 2 അക്ക സംഖ്യകളുണ്ട്? അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യസംഖ്യകളാവുന്ന എത്ര 2 അക്ക സംഖ്യകളുണ്ട്? അപ്പൊ അത് 8 എണ്ണമാണ്. 8 2 അക്ക സംഖ്യകളുണ്ട്. നിങ്ങൾക്കറിയാം 12. 12നെ 1ഉം 2ഉം തമ്മിൽ ഗുണിച്ച 2 എന്ന അഭാജ്യസംഖ്യ പ്രൈം നമ്പർ കിട്ടുന്നു. 12 തിരിച്ചിട്ടാൽ തന്നെ 21 കിട്ടും. അതും ഗുണിച്ചാൽ 2 തന്നെ കിട്ടും. പിന്നെ നമുക്ക് 13. ഇങ്ങനെ നമുക്ക് 8 എണ്ണം എഴുതാൻ പറ്റും. 17ഉം അങ്ങനെ തന്നെ വരുന്നതാണ്. ഇപ്രാവശ്യം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത എത്ര 3 അക്ക സംഖ്യകളുണ്ടെന്നായിരിക്കാം. അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യസംഖ്യകളാവുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ട് എന്നായിരിക്കാം ഇപ്രാവശ്യം ചോദിക്കുന്നത്. ഞാനിപ്പോ ഇനി സെലക്ട് ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സാറ്റിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ചില കുട്ടികൾ മനസ്സിലാകുന്നില്ല എന്നൊക്കെ എഴുതി അറിയിക്കുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. ആ കുട്ടികളെ ക്ലാസ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വിളിക്കുക, എങ്കിൽ പറഞ്ഞു തരും. കാരണം ഗ്രൂപ്പിൽ ഒന്നിച്ചാകുമ്പോൾ എല്ലാ കുട്ടികളും, കുറെ കുട്ടികൾ ഈ ചോദ്യം മുമ്പ് കേട്ടതാണ്, ചില കുട്ടികൾക്ക് ചോദ്യം പറയാം, അതിനനുസരിച്ച് വരുന്നതാണ്. അതുകൊണ്ട് സാധ്യതയുള്ള ചോദ്യങ്ങൾ ആണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. നേരത്തെ ഒരു കുട്ടി അയച്ചു തന്നത് ഇങ്ങനെയാണ്. കുട്ടികളൊക്കെ വേണ്ടാത്ത മെസ്സേജുകളൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അതൊന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഒഴിവാക്കട്ടെ. കാരണം മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് കാണുന്നില്ല. മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. 342 പേര്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കാരണം ഈ പരീക്ഷയുടെ തലേ ദിവസം ഏതെങ്കിലും ഒരു ചോദ്യം, ഇപ്പം വരുന്ന ചോദ്യത്തില് 20 ചോദ്യത്തില്, കണക്കിലെ 20 ചോദ്യത്തില്
ഏതെങ്കിലും 2 എണ്ണം ഇന്ന് കിട്ടിയില്ലേ? അപ്പൊ അതാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. ചിലപ്പോ 1 മാർക്ക് മതി. ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് മക്കളെ 150-ലധികമാകാനാണ് സാധ്യത. 150-ലധികമാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ 149 കിട്ടുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? അതുകൊണ്ട് 1 മാർക്ക് പോകുന്നത് ഇങ്ങനെ മെസ്സേജ് ഒക്കെ വേണ്ട ടൈപ്പ് ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സീരിയസ് ആയിട്ട് ഇതിനെ കാണേണ്ടതാണ്. ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് പിന്നീട് വിളിച്ച് ചോദിച്ചാൽ മതി. വൈകുന്നേരം ഒരു ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് ഒരു ചോദ്യം ഇതാണ്, ഈ സ്ക്വയറുകളുടെ എണ്ണം. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്ക്വയറിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഇങ്ങനെയാണ് തരുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ 1, ഞാനിപ്പോ അളവെടുത്തുന്നല്ല വരയ്ക്കുന്നത്, ഇങ്ങനെയാണ്. നേരത്തെ അങ്ങനെ ഒരു കുട്ടി അയച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാൻ കാരണം. ഒരു സ്ക്വയർ വെച്ചു, ഇതേപോലെ ഇവിടെ സ്ക്വയർ വരച്ചു, ഇവിടെ സ്ക്വയർ വരച്ചു, ഇതിലും അതെ. ഇതെല്ലാം സ്ക്വയർ ഒരേ അളവാന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ, കാരണം ഇപ്പൊ നമുക്ക് അളവെടുത്ത് എടുക്കുന്ന സമയമില്ല, അതുകൊണ്ടാണ്. ഇങ്ങനെ ഇതിലെത്ര സ്ക്വയർ ഉണ്ട് എന്ന് ചോദിക്കുന്നു. ഇത് വരിയും നിരയും തുല്യമല്ല, റോസ് ആൻഡ് കോളംസ് ഈക്വൽ അല്ല. ഇത് എളുപ്പ വഴി ഇതാണ്. 1, 2, 1, 2, 3, 4, 5, 6 അങ്ങനെ നമ്പർ കൊടുത്തു. 1, 2, 3. ഇതിൽ എത്ര സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? 3 ലക്ഷം. 1 സ്ക്വയർ + 1 സ്ക്വയർ അങ്ങനെയാണോ? അത് ഇതിനല്ല. ഇത് തലങ്ങും വിലങ്ങും വേറെ വേറെയല്ല വരുന്നത്. അതിനുള്ള മാർഗം എന്താ? മൈക്കൊന്ന് ഓൺ ചെയ്തിട്ട് ഏതെങ്കിലും കുട്ടിക്ക് ഇടപെടാൻ പറ്റുമോ നോക്കട്ടെ. ശരി മക്കളെ, പറയാം എന്താണ് ചെയ്യേണ്ടത്. ഒരു മിനിറ്റ്. 343 കുട്ടികളും കൂടിയും ബഹളം വെച്ച ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ഞാനൊരു സ്കൂളിന്റെ പേര് വിളിക്കാം. എല്ലാ സ്കൂളിന്റെയും പേര് ഞാൻ വിളിക്കാം. ആദ്യം ഞാനൊരു സ്കൂളിന്റെ പേര് വിളിക്കുന്നു. ആ സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് മുന്നോട്ട് വരും. ആദ്യം നമ്മൾ അടുത്തുള്ള സ്കൂളിന് തിരുവള്ളൂർ ഹൈസ്കൂളിലെ കുട്ടികൾ ഇതിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് മുന്നോട്ട് വരാം. പറയും. ആ പേരെന്താ? റയ്യാൻ ഇസ്മായിൽ. ഓക്കെ, ഇതിന്റെ ഉത്തരം അറിയാമോ? ഇല്ല. 6x3. ഒരു മിനിറ്റ്. ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ, ഈ വരിയും നിരയും തുല്യമല്ലെങ്കിൽ ഇവിടെയുള്ള ഏറ്റവും വലിയ നമ്പറായ 6നെ പിടിച്ചു, ഇവിടെയുള്ള വലിയ നമ്പറായ 3നെ പിടിച്ചു. 6നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. എത്രയാണ്? 36. 18. 6നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 18. ആ കുട്ടി തന്നെ പറയട്ടെ, വേറെ കുട്ടിയുടെ വിട്ട് പറയില്ല. 18. അടുത്ത എന്താ ചെയ്യേണ്ടത്? 5x2. 5x2. 5ന് വലുതും ഇവിടുത്തെ വലുത് 2. 5x2 ചെയ്തു. അതെത്രയാണ്? 10. ഒരു മിനിറ്റ്, ആ കുട്ടി തന്നെ പറയട്ടെ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണത്. ഇനി അടുത്തത് 4 ആണ്. 4x1 അല്ലേ ചെയ്യേണ്ടത്? 4x1 എത്രയാണ്? 4. ആ ഒരു പറഞ്ഞ കുട്ടി തന്നെ പറയട്ടെ. അടുത്ത കുട്ടിക്ക് അവസരം തരാം. ശരി, ഇത് മുഴുവൻ ഇത് മുഴുവൻ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് 32. 32. മറ്റുള്ള കുട്ടികൾ ഇത് ശരിയാണെങ്കിൽ യെസ് എന്ന് പറയാം. നേരത്തെ ഒരു കുട്ടി പറഞ്ഞ ചോദ്യത്തിന് മറുപടിയായി. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നേരത്തെ മുഹമ്മദ് റഷാൻ പറഞ്ഞത് അത് നേരെ വേറെ മോഡലാണ്. ഈ സ്ക്വയർ തന്നെ ഇങ്ങനെ തന്നിട്ട് ആ സ്ക്വയറിനെ നിങ്ങൾക്ക് ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ ഭാഗിച്ചു.
ഇത് സ്ക്വയർ ആണെന്ന് വിചാരിക്കണേ, കാരണം ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല വരയ്ക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഇതിങ്ങനെ, ഇത് സ്ക്വയർ 1 2 3 4 1 2 3 4 ഇങ്ങനെയാണ് വരച്ചതിരിക്കുക. ഇവിടെ ഇപ്പൊ രണ്ട് ഭാഗത്തും ഒരുപോലെയാണ് വരുന്നത്. 1 2 3 4 1 2 3 4 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ തലങ്ങും വിലങ്ങും ഒരുപോലെയാണ്. അതായത് റോസ് കോളംസും ഈക്വൽ ആണ്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ മക്കൾ ചെയ്യേണ്ടത് ആദ്യം 1 × 1 1 1 സ്ക്വയർ. ഇനി 2 അടുത്ത 2 2 × 2 4. അടുത്തത് 3 3 × 3 9. അടുത്തത് 4 4 × 4 16. 16 ചെറിയ കള്ളി വരെ ആയതുകൊണ്ടാണ് നമ്മൾ 4 × 4 ചെയ്തത്. ഇനി ഇത് മുഴുവൻ കൂട്ടിയാൽ നിങ്ങൾക്ക് 30 കിട്ടും. പക്ഷേ നിങ്ങളോട് ഇവിടുന്ന് ഒരു പീസ് അങ്ങ് അടിച്ച് മാറ്റുക. ഇതാണ് ഈ ഒരു പീസ് അങ്ങ് എടുത്ത് കളി. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 30 എന്ന സംഖ്യ ഇവിടെ രേഖപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ ഈ 30-ൽ നിന്ന് ഒരു വരിയാണ് കുറയ്ക്കേണ്ടത്. ഒരെണ്ണം അടിയിലത്തെ എടുത്തോര് മാറ്റിയാൽ ഒരു വരിയിലെ 4 അങ്ങ് കുറച്ചെളിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഇതിലുള്ളത് 26 ആണ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. ശരി. ഇനി അടുത്ത ട്രയാങ്കിളായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇന്നത്തെ ഞാൻ തന്ന മോഡൽ ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നു. ആ ട്രയാങ്കിൾ ഇങ്ങനെയാണ് തന്നത്. അത് നിങ്ങൾ ഉത്തരം കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇങ്ങോട്ട് കൊടുത്ത് സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. സ്ഥിരം വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ കൊടുത്ത് ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ഹിയർ. പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവൂല. പക്ഷെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടത് എത്രയാണ് മുഹമ്മദ് റഷാൻ ഇതിലുള്ള ട്രയാങ്കിളുടെ എണ്ണം? മറ്റുള്ള കുട്ടികൾക്ക് പ്രതികരിക്കാം. ഇതിലെ ഞാനൊരു സ്കൂളിന്റെ പേര് വിളിക്കാനി. മർക്കസ് ഗേൾസിലെ കുട്ടികൾ ഇതിലുണ്ടെങ്കിൽ മർക്കസ് ഗേൾസിന് മുന്നോട്ട് വരാം. ഓരോ ചോദ്യം ഞാൻ തരുമ്പോഴും ആ ചോദ്യത്തിനുള്ള ഓരോ ഉത്തരം പറയാൻ ഓരോ സ്കൂളിനെ ഞാൻ വിളിക്കും. 16 ത്രികോണങ്ങളാണ്. ആ 16 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. 1 2 3 4 5 6, പിന്നെ 1 2 ചേർന്നാൽ 3 4 ചേർന്നാൽ 5 6 ചേർന്നാൽ പിന്നെ ഇങ്ങോട്ടൊരു വാല്യൂ കൊടുത്തിട്ട് 1 2 3 കൊടുക്കാം, 4 5 6 കൊടുക്കാം. പിന്നെ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഈ ഭാഗത്തുണ്ട്, ഈ ഭാഗത്തുണ്ട്, ഇങ്ങോട്ട് കൊടുത്താൽ ഈ ഭാഗത്തുണ്ട്. അങ്ങനെ 15 കിട്ടി. 16ാമത്തെ ആളാണ് ഈ വലുത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. യെസ്, അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തത് ഞാൻ കോക്കല്ലൂർ സ്കൂളിലെ കുട്ടികളെയാണ് വിളിക്കുന്നത്. കോക്കല്ലൂർ സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഒരാൾ പേര് പറയുക. മറ്റുള്ള കുട്ടികൾ പറയരുത്. ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരും. കോക്കല്ലൂർ ഒരാൾ കോക്കല്ലൂർ സ്കൂളിലെ ആദിൽ മുഹമ്മദ് കുട്ടികൾ ആണ് ഇപ്പൊ പറയേണ്ടത്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും അവസരം കൊടുക്കും. എല്ലാവർക്കും അവസരം തരാം. പേടിക്കണ്ട. മുഹമ്മദ് റൈഹാൻ, അഫ്ല ഫാത്തിമ, ഹിബ ഫാത്തിമ. ചോദ്യം ഇതാണ്. അർജുൻ കുണ്ടശ്ശേരി. ശ്രദ്ധിക്കുക. കോക്കല്ലൂർ സ്കൂളോടാണ്, കോക്കല്ലൂർ കുട്ടികളോടാണ് ചോദ്യം. യെസ്, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ഹിയർ? മറുപടി പറയാം. പേര് അവരുടെ പേര് വിളിച്ചു പറയുന്നത് കാര്യങ്ങളാണുള്ളത്. കുട്ടികൾ പേര് വിളിച്ചു പറയുന്നതിന് മുമ്പ്
ഞാൻ ആ സ്കൂളിന്റെ പേരൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു, എന്നിട്ട് പോലും നിങ്ങൾ വെറുതെ പേരിങ്ങനെ വിളിച്ചു പറയുന്നു. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം. പിന്നെ ഒരു ചെറിയ ബ്രേക്ക് ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക്. ആ ബ്രേക്കിന് ശേഷം നിങ്ങൾ അയച്ചു തന്ന കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. 7 മണിക്ക് ഞാനൊരു ചെറിയ ബ്രേക്ക് തരാം. പിന്നെ 7:15 കയറിയാൽ മതി. 7:15 കയറ്റി 8 മണി വരെയുള്ള ക്ലാസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ ത്രികോണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, ഇവിടെ ആദ്യം ഈ ഒരു ജോയിന്റ് ആണ് മനസ്സിലാക്കി വെക്കുക. ജോയിന്റ്, ഇനി ജോയിന്റ് വന്ന ആ ജോയിന്റ്, ഇവിടെ ഇപ്പൊ 2 ജോയിന്റ് ഉണ്ട്, ആ 2 ആണ് എഴുതുക. പ്ലസ് ഇതിൽ നിങ്ങൾക്കറിയാം 8 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8. ഈ ഭാഗത്ത് അതുപോലെ തന്നെ 8 ഉണ്ട്. 8 + 8 16 അല്ല, പിന്നീട് ഈ കിട്ടിയിരിക്കുന്ന ജോയിന്റ് കൂടി അവിടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ 18 എണ്ണം ഉണ്ട്. ആ 18 എന്ന് പറയുന്ന 2 എണ്ണം ഏതൊക്കെയാന്ന് ഞാൻ ഇപ്പൊ വരച്ച് കാണിച്ചു തരിക. ആ 2 എണ്ണമാണ് ഒന്നിതാ കാണുന്ന ഒരു ട്രയാങ്കിൾ ഇങ്ങനെ കാണുന്നത്. അപ്പൊ നിങ്ങൾ കാണാത്ത 2 എണ്ണം അവിടെ കിട്ടി. അങ്ങനെയാണ് ഇത് 18. ഇനി ചിലപ്പോൾ ഇത് വീണ്ടും അങ്ങോട്ട് നീട്ടിയിട്ടൊക്കെ അവർ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ജോയിന്റ് കൂടി നിങ്ങൾ എണ്ണി കൊടുത്താൽ മതി. 8 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ ട്രയാങ്കിളായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടത്, ചില വർഷങ്ങളിൽ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ അവർ തന്നെ സ്വയം ആ ചോദ്യം ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ അതിന്റെ ട്രിക്ക് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയ ഒരു ചോദ്യം ഇതാണ്. ഇങ്ങനെ ഒരു ചോദ്യം, ഇതിൽ നിങ്ങൾക്ക് ട്രയാങ്കിളിന്റെ എണ്ണം ചോദിക്കാറുണ്ട്. ഇവിടെ ട്രയാങ്കിളിന്റെ എണ്ണം എങ്ങനെ ചോദിക്കാന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തു, ഇവിടുന്ന് ഒരു ലൈൻ കൊടുത്തു. ഇപ്പൊ 2 എണ്ണല്ലേ കൂടുതൽ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഇത് ഇങ്ങോട്ട് നീട്ടി, ഇത് ഇങ്ങോട്ട് കൊടുത്തു, ഇവിടെ ഇങ്ങനെ കൊടുത്തു, ഇവിടെ ഇങ്ങനെ കൊടുത്തു. ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണം കൂട്ടിയിട്ടൊക്കെ ചോദിക്കും. അതിന്റെ ട്രിക്കൊക്കെ ഞാൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്, അതിന്റെ വീഡിയോയും പ്രത്യേകം ഇട്ടിട്ടുണ്ട്. അപ്പൊ ട്രയാങ്കിൾസിന്റെ എണ്ണം അങ്ങനെ ചോദിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന 1-2 ചോദ്യങ്ങൾ പരിചയപ്പെടുത്തരാം. ആ ചോദ്യത്തിന്റെ ആൻസർ ഒന്നുകൂടി അത് പറയണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടവരുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സാറ്റ് പേപ്പറിൽ, അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. സാറ്റ് പേപ്പറിൽ, സാറ്റായാലും മാറ്റായാലും, ഈ സാറ്റ് പേപ്പറിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പേപ്പർ ഒന്ന് എടുത്തു വെക്കുക. ആ പേപ്പർ എടുത്തു വെച്ചിട്ട് ആ പേപ്പറിൽ നിങ്ങൾക്ക് ഏതെല്ലാം മേഖലയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് നോക്കുക. എവിടെ നിന്നൊക്കെ ചോദ്യം. അപ്പോൾ സാറ്റിലെ 20 ചോദ്യത്തിൽ എവിടെ നിന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. പിക്ചറായിട്ട് ബന്ധപ്പെട്ട എത്ര ചോദ്യങ്ങൾ, അതുപോലെ സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ, അതുപോലെ റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെ വന്നു, അതുപോലെ സംഖ്യകളുടെ സമ്മായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ തന്നെ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ കൂടി കാണാം. ആ ചോദ്യം ഒന്ന് നോക്കി വെക്കുക. നിങ്ങളുടെ വിളി